ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാനത്ത് UDF. 18 സീറ്റിൽ UDF വിജയിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന ആലത്തൂർ ഇടതുമുന്നണിയും തൃശൂർ NDAയും പിടിച്ചെടുത്തു. സംസ്ഥാനത്തുടനീളം ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ അത് ഗുണകരമായത് UDFനാണ്. 18 മണ്ഡലങ്ങളിൽ UDFന് വിജയിക്കാനായി. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴ തിരിച്ചുപിടിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആലത്തൂർ കോൺഗ്രസിന് കൈയൊഴിഞ്ഞു. തൃശൂർ NDA പിടിച്ചെടുത്തതും കോൺഗ്രസിന് തിരിച്ചടിയായി. ഈ പരാജയങ്ങൾ പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ പരിശോധിക്കും, തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും. കാരണം ആലത്തൂരിലെ നേരിയ ഭൂരിപക്ഷത്തിലുള്ള പരാജയവും തൃശ്ശൂരിലെ പരാജയവും തീർച്ചയായിട്ടും പരിശോധിക്കും. UDFും പരിശോധിക്കും, പാർട്ടിയും തീർച്ചയായും ഗൗരവതരമായി പരിശോധിക്കും. UDFന് കിട്ടിയ വിജയം VD സതീശന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനാണ് ഒരു വിഭാഗത്തിന്റെ നീക്കം. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനാൽ പ്രചരണത്തിൽ സജീവമല്ലായിരുന്ന KPCC പ്രസിഡന്റ് K സുധാകരനെതിരെ ഇതായുധമാക്കാനും നീക്കം നടത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 19 സീറ്റിൽ വിജയിച്ചെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി UDF നേരിട്ടിരുന്നു. കോൺഗ്രസിലെ തമ്മിലടിയായിരുന്നു ഇതിന് പ്രധാന കാരണം. ഇത് തന്നെയാണ് വിജയത്തിനിടയിലും UDFനെ പ്രതിസന്ധിയിലാക്കുന്നത്. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.